blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ അനുഗ്രഹമായി മാറും. പ്രാർത്ഥനയോടുകൂടെ ഈ എപ്പിസോഡ് വ്യൂ ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജോൺ ആൻഡ് ലീന ദമ്പതികളാണ്. ഇന്ന് അവരുടെ വിവാഹ വാർഷികമാണ്. നമുക്ക് ഒരുമിച്ച് അവർക്ക് വേണ്ടി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ കുടുംബത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോണിനെയും ലീനയെയും കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ, അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കർത്താവ് അവരുടെ വിവാഹ ജീവിതത്തെ ആശീർവദിച്ച് അവർക്ക് തലമുറകളെ നൽകണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവെ, അവർ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വളരെ നല്ല വിലയ്ക്ക് വിൽക്കുവാൻ അവരെ നീ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലീനയുടെ സഹോദരി ബേബിക്കായും അവളുടെ ഭർത്താവ് ജോസിനായും പ്രാർത്ഥിക്കുന്നു. അവർക്കൊരു ഭവനം ഉണ്ടാകട്ടെ. ലോകം എമ്പാടുമുള്ള അനേകർ ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ കുടുംബത്തെയും പ്രാർത്ഥനാ വിഷയങ്ങളെയും അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ജോൺ ആൻഡ് ലീന. കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം കാണുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വിവാഹ വാർഷിക ദിവസത്തിലോ ജന്മദിവസത്തിലോ മറ്റേതെങ്കിലും സന്തോഷത്തിൻ്റെ അവസരങ്ങളിലോ ഇതൊന്നും അല്ലെങ്കിൽ തന്നെയോ നിങ്ങൾക്ക് ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇതുപോലെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത് അനുഗ്രഹം പ്രാപിക്കാം. കർത്താവ് അതിനായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ നിന്നുള്ള സന്ദേശമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇന്നലെ ഒരു പ്രത്യേക സന്ദേശ പരമ്പര നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. എന്നാൽ ഇന്നും നാളെയും ബ്ലെസ്സിങ് ഫെസ്റ്റിവൽസ് എന്നുള്ള സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കും. അത് കേൾക്കുമ്പോൾ അതിലുള്ള ഭാഗങ്ങൾ കുറിച്ചു വയ്ക്കുക, ധ്യാനിക്കുക. തുടർന്നും ആ വചനങ്ങളാൽ അനുഗ്രഹിക്കപ്പെടുക. മിറക്കിൾസ് ടുഡേ കണ്ട ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദുഃഖം വഹിക്കും എല്ലാം യേശുവോടു ചേർന്നു ചൊല്ലിടാൻ കേൾക്കും. നോമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം എല്ലാം യേശുവോടു ചേർന്നു ചൊല്ലിടായ നിമിത്തം. എല്ലാ കൈകളും ഉയർത്തിപ്പിടിച്ചാലും നല്ല കർത്താവേ, ഞങ്ങളെ അങ്ങ് അത്രത്തോളം സ്നേഹിക്കുന്നതിനായി നന്ദി പറയും. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും കർത്താവെ, കഷ്ടതകളിലായാൽ, പാപത്തിലായാൽ, ദുഃഖത്തിലായാൽ ഞങ്ങളുടെ ഒരു സ്നേഹിതനായി അങ്ങ് നിൽക്കുന്നതിനായി നന്ദി പറയും. തുടർന്നുള്ള നിമിഷങ്ങളിലും കർത്താവെ, അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞാൽ ശബ്ദത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. We worship you Lord. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം വരുന്നത്
ഒന്ന്, നാം ദൈവത്തെ അറിയുമ്പോഴാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തെ കൂടുതൽ അടുത്ത് അറിയാൻ തുടങ്ങിയപ്പോൾ ഒരു വലിയ വ്യത്യാസം എൻ്റെ ജീവിതത്തിലുണ്ടായി. പൗലോസ് എന്ന അപ്പസ്തോലൻ താൻ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലെത്തിയപ്പോൾ ഒത്തിരി നാൾ യേശുവിന് വേണ്ടിയൊക്കെ ജീവിച്ചു, ശുശ്രൂഷിച്ചു. എന്നിട്ടും ജീവിതത്തിൻ്റെ അവസാനം എത്തിയപ്പോൾ അവൻ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് യേശുവിനെ കൂടുതൽ അറിയണം, ഇനിയും കൂടുതൽ അറിയണം. കാരണം യേശുവിനെ കൂടുതൽ അറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ആവശ്യമുള്ള മറ്റൊന്നാണ്, നമ്മൾ ആരാണെന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തെ അറിയണം, കൂടാതെ എന്തുകൂടെ അറിയണം, നാം ആരാണെന്ന് വ്യക്തമായി നമുക്ക് ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യത്തിലാണ് ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം ദൈവത്തെ അറിയുവാൻ ഒത്തിരി മാധ്യമങ്ങളും ഒത്തിരി മാർഗങ്ങളും ഒക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ദൈവത്തെ അറിയുന്ന പലരും അവരവരെ കുറിച്ചൊരു വ്യക്തമായ പിക്ചർ അവർക്കില്ല. അതുണ്ടാകുവാൻ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവം എങ്ങനെയാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ഒരു കുരങ്ങന്റെ ഛായയിലല്ല, ഒരു പശുവിന്റെ ഛായയിലല്ല, ഒരു മൃഗത്തിന്റെ ഛായയിലല്ല. സ്രഷ്ടാവായ ദൈവത്തിൻ്റെ ഛായയിലും സ്വരൂപത്തിലുമാണ് നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ബൈബിൾ മുഴുവൻ വായിക്കുമ്പോൾ വേറെ ഒരു സൃഷ്ടിയും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഉദാഹരണത്തിന്, ഏറ്റവും വലിയ ജന്തു എന്നറിയപ്പെടുന്നത് നീലത്തിമിംഗലമാണ്. പക്ഷേ ഏറ്റവും വലിയ സൃഷ്ടിയാണ്, നമ്മളെക്കാൾ എത്രയോ 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 മടങ്ങ് വലുപ്പമുണ്ട്. പക്ഷെ നീലത്തിമിംഗലത്തിന് ദൈവത്തിൻ്റെ ഛായയോ സ്വരൂപമോ ഇല്ല. നമ്മുടെ ഇവിടെ റോഡ് നിറഞ്ഞ് നടന്നു പോകുന്ന ഗജവീരൻ ആനയ്ക്ക് ദൈവത്തിൻ്റെ ഛായയോ സ്വരൂപമോ ഇല്ല. സിംഹത്തിന് ദൈവത്തിൻ്റെ സ്വരൂപമോ ഛായയോ ഇല്ല. മാത്രമല്ല, ഒരു മാലാഖയെ എടുത്താൽ, ഒരു ദൈവദൂതനെ എടുത്താൽ, ഒരു ഏഞ്ചലിനെ എടുത്താൽ, ഏഞ്ചലിന് പോലും ദൈവത്തിൻ്റെ സ്വരൂപവും ഛായയും ഉണ്ടെന്നൊരു വാക്യം നമ്മൾ കാണുന്നില്ല. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, നിന്നെയും എന്നെയും സൃഷ്ടിച്ചപ്പോൾ, അവൻ എങ്ങനെ സൃഷ്ടിച്ചു? തൻ്റെ സ്വന്തം സ്വരൂപത്തിലും ഛായയിലും സൃഷ്ടിച്ചു. ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും നമ്മൾ ഇതെല്ലാം മറന്ന്, അയ്യോ ഞാൻ പാപിയാണേ, ഞാൻ കഷ്ടപ്പെട്ടവനാണേ, ഞാൻ മണ്ണാണേ, പൊടി, ഇതിൻ്റെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ശരിയാ. പക്ഷെ അതോടൊപ്പം ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, നമ്മെ ഓരോരുത്തരെയും ദൈവം തൻ്റെ സ്വരൂപത്തിലും ഛായയിലും സൃഷ്ടിച്ചിരിക്കുന്നു. കൈകൾ ഉയർത്തി വീശി സ്രഷ്ടാവായ ദൈവത്തിന് ഒന്ന് സ്തുതിക്കാൻ തുടങ്ങാമോ? ഹല്ലേലൂയ. രണ്ടാമതൊരു കാര്യം കൂടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്, എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. നാം സൽപ്രവൃത്തികൾക്കായി, നാം ഓരോരുത്തരും സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന്റെ കൈപ്പണിയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ സൃഷ്ടിപ്പാണ്. എന്ന് വെച്ചാൽ നമ്മളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ, അല്ലെങ്കിൽ ആദാമിനെ, മനുഷ്യകുലത്തിലെ ആദ്യത്തെ വ്യക്തിയെ സൃഷ്ടിച്ചപ്പോൾ ദൈവം തൻ്റെ സ്വരൂപത്തിലും ഛായയിലുമാണ് സൃഷ്ടിച്ചത്. അതിനുശേഷം മനുഷ്യർ പാപം ചെയ്തത് കൊണ്ട് കുറേയധികം വീഴ്ചകളൊക്കെ ഉണ്ടായി. ഒത്തിരിയധികം ദൈവത്തിൻ്റെ സ്വഭാവവും പ്രകൃതവും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെ ആണെങ്കിലും അതിനുശേഷം എഫേസ്യ ലേഖനം 2:10 നമ്മൾ വായിക്കുന്നത്, നമ്മളെ ദൈവം വീണ്ടും സൃഷ്ടിച്ചിരിക്കുന്നത്, ആ വാക്യം ഒരിക്കൽ കൂടെ വായിച്ചു കേൾക്കാം. നാം സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന്റെ കൈപ്പണിയാണ്. ഒരു പുനഃസൃഷ്ടി നടക്കുകയാണ്. ആദ്യത്തെ സൃഷ്ടി ഒറിജിനൽ സൃഷ്ടി. അതിനുശേഷം നമ്മളെല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് വഴിതെറ്റി മാറിപ്പോയി കഴിഞ്ഞപ്പോൾ
ക്രിസ്തുയേശുവിലൂടെ ഒരു പുനഃസൃഷ്ടി നടന്നു. രണ്ടാമത് ഒരു സൃഷ്ടിപ്പ് നടന്നു. റീക്രിയേഷൻ നടക്കുകയാണ്. ആ റീക്രിയേഷന്റെ ഉദ്ദേശം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? സൽപ്രവർത്തികൾക്ക് വേണ്ടി. യേശുവിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു സൃഷ്ടിപ്പ് കൂടെ നടക്കും. നമ്മൾ അതിനെ നമ്മുടേതായ ഭാഷയിൽ പറയാം രക്ഷിക്കപ്പെടുക എന്നൊക്കെ നമ്മൾ പറയും. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ വീണ്ടും സൃഷ്ടിക്കപ്പെടുക, വീണ്ടും ജനിക്കുക, ബോൺ അഗെയിൻ ആകുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? യേശു ക്രിസ്തുവിൽ വീണ്ടും അകത്ത് ഒരു വലിയ സൃഷ്ടിപ്പ്, ഒരു വലിയ മാറ്റം നടക്കുന്നു. അതെന്തിനു വേണ്ടിയാ നടക്കുന്നത്? ആർക്ക് പറയാം? അത് നടക്കുന്നത് സൽപ്രവർത്തികൾക്ക് വേണ്ടിയാണ്. നേരത്തെ മദ്യപിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇനി മദ്യപിക്കരുത്. കാരണം എന്താണ്? ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? സൽപ്രവർത്തികൾക്ക് വേണ്ടിയാ. മദ്യപാനം ഒരു സൽപ്രവർത്തി അല്ല. അത് മുഖാന്തരം അവരവരുടെ ശരീരം നശിക്കും, വീട്ടുകാർ നശിക്കും, ചിലപ്പോൾ അയൽപക്കക്കാർ നശിക്കും, പല ആളുകളും നശിച്ചിരിക്കും. അതുകൊണ്ട് അത് സൽപ്രവൃത്തി അല്ലാത്തതുകൊണ്ട് അതിന് ചെയ്യരുത്. പുകവലിക്കുന്നവർ ഓർക്കണം, അതൊരു സൽപ്രവൃത്തിയല്ല, ദുഷ്പ്രവൃത്തിയാണ്. കാരണം അത് നിന്റെ ശരീരത്തെ നശിപ്പിക്കും. ശ്വാസകോശങ്ങളിൽ തകരാറുണ്ടാകും. ഇവിടെ എല്ലാം ക്യാൻസർ വരാം, വല്ലാത്ത രോഗങ്ങളിലേക്ക് പോകും. കണ്ടുപിടുത്തങ്ങൾ തെളിയിക്കുന്നത് ഈ പുകവലിക്കുന്ന വ്യക്തികൾക്ക് അത് ഹാനികരമായിരിക്കുന്നത് പോലെ തന്നെ സഹജീവികൾക്കും അത് അതിനേക്കാൾ കഷ്ടമാണ്. ഉദാഹരണത്തിന് പുകവലിക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ഭാര്യയ്ക്കും ചില രോഗങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. കാരണം എന്താ? അടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വീട്ടിലെ മറ്റുള്ളവർക്കും ചില രോഗങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. കാരണം ആ പുക അവിടെ ഇവിടെയൊക്കെ തങ്ങി നിൽക്കുമ്പോൾ അത് വിഷപ്പുകയാണ്. അതിൽ നന്മ ഒട്ടും ഇല്ല, അത് ദുഷ്പ്രവൃത്തിയാണ്. ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ, കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശ്രദ്ധിക്കുക. അത് സൽപ്രവൃത്തിയല്ല, ദുഷ്പ്രവൃത്തിയാണ്. യേശു ക്രിസ്തുവിൽ ദൈവം നമ്മെ വീണ്ടും ഒരു സൃഷ്ടിപ്പ് നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? സൽപ്രവൃത്തിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഇനി ദുഷ്പ്രവൃത്തി ആരും ചെയ്യരുത്. എത്ര പേർ കൈകൾ ഉയർത്തി ആമേൻ പറയും? ഹല്ലേലൂയ. അങ്ങനെ സൽപ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി ദൈവം നമുക്ക് തൻ്റെ ആത്മാവിനെ നൽകുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പേരാണ് പരിശുദ്ധ ആത്മാവ്. ആ ആത്മാവിൽ യാതൊരു കളങ്കവുമില്ല, വിശുദ്ധി മാത്രമേ ഉള്ളൂ. ബൈബിളിൽ പറയുന്നത് യേശുവിലേക്ക് നമ്മൾ വരുന്നതിന് മുൻപ് ഈ ലോകത്തിലെ പല ആത്മാക്കൾക്കും നമ്മൾ അധികാരത്തിൽ കീഴിലായിരുന്നു, അല്ലെങ്കിൽ ആകാശത്തിലെ അധികാരത്തിന്റെ കീഴിലായിരുന്നു. പല ദുരാത്മാക്കൾക്ക് നമ്മൾ അടിമകളായിരുന്നു, അന്ധകാര ശക്തികൾക്ക് നമ്മൾ അടിമകളായിരുന്നു. എന്നാൽ ഇന്ന് അതിൽ നിന്നും ദൈവം നമ്മെ പുറത്തു കൊണ്ടുവന്ന് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ദുഷ്ടതയില്ല, പാപമില്ല, മലിനതകളില്ല, അശുദ്ധിയില്ല. ഈ പരിശുദ്ധാത്മാവ് അകത്തുള്ളത് കൊണ്ട് നമ്മൾ ഇനി ദുഷ്പ്രവർത്തികൾക്കായിട്ടല്ല, സൽപ്രവർത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന്റെ സ്വരൂപത്തിലും ഛായയിലും ഉണ്ടാക്കപ്പെട്ടവരാകുന്നു. ഇതേ വാക്യം ഒരു ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മളെ സാധാരണ പരിഭാഷയിൽ NIV പോലെയുള്ള പരിഭാഷകളിൽ എഫേസ്യ ലേഖനം 2:10 വായിക്കുന്നത് ഇങ്ങനെയാണ്: For we are God's workmanship, created in Christ Jesus to do good works, which God prepared in advance for us to do. അവിടെ അങ്ങനെ പറയാം. എന്നാൽ ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ പോലെയുള്ള ചില ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്നത് We are God's masterpiece. മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ ഒരു കലാകാരൻ, ഒരു ചിത്രകാരൻ, ശില്പി, അദ്ദേഹം പെയിന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ശില്പങ്ങളിൽ തൻ്റെ ആയുഷ്കാലം കൊണ്ട് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും നല്ല കലാസൃഷ്ടി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്. ലിയനാർഡോ ഡാവിഞ്ചിക്ക് ഒരു മാസ്റ്റർ പീസ് ഉണ്ട്, മൈക്കൽ ആഞ്ചലോയ്ക്ക് ഒരു മാസ്റ്റർ പീസ് ഉണ്ട്, എല്ലാവർക്കും ഒരു മാസ്റ്റർ പീസ് ഉണ്ട്. ബാക്കിയുള്ളതെല്ലാം നല്ലതാ, പക്ഷേ ഏറ്റവും നല്ല കലാസൃഷ്ടി ഏതാണ്? അതിനെ മാസ്റ്റർ പീസ് എന്ന് പറയും. എഫേസ്യ ലേഖനം 2:10 ഒരു ട്രാൻസ്ലേഷൻ പറഞ്ഞിരിക്കുന്നത് We are
ഗോഡ്സ് മാസ്റ്റർപീസ്. തന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നമ്മളാണ്. എങ്ങനെയാണത് ആയത്? അപ്പോൾ എല്ലാവരും വിചാരിക്കും, അയ്യോ ഞാൻ കറമ്പിയ, അല്ലെങ്കിൽ എനിക്ക് നിറം കുറവാ, എനിക്ക് സൗന്ദര്യം കുറവാ, പിന്നെ എങ്ങനെ ഞാൻ ദൈവത്തിന്റെ ഉത്തമ കലാസൃഷ്ടിയായി മാറും? ഓർക്കണം, ഇവിടെ അത് പറഞ്ഞിരിക്കുന്നത് എഫേസ്യ ലേഖനം 2:10 പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവേശുവിലുള്ള പുനഃസൃഷ്ടിയായി മാറിയ വ്യക്തികളെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം, നീ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ, ആത്മാവിൽ ഒരു നവീകരണം ഉണ്ടായി കഴിയുമ്പോൾ, ആത്മാവിൽ ഒരു പുനരുദ്ധാരണം ഉണ്ടായി കഴിയുമ്പോൾ, ആ ക്രിസ്തുവേശുവിലുള്ള ആത്മസ്വരൂപം, ആ സൃഷ്ടി യേശു കർത്താവിന്റെ ഏറ്റവും ഉത്തമമായ കലാസൃഷ്ടിയാണ്, അല്ലെങ്കിൽ ഒരു മാസ്റ്റർ പീസാണ്. അതുപോലെ ഒന്നുണ്ടാക്കാൻ ആർക്കും സാധ്യമല്ല. എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന്റെ മാസ്റ്റർ പീസായി മാറുന്നത്? പരിശുദ്ധാത്മാവിലൂടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ യേശുവിന്റെ സ്വഭാവം നമ്മിലേക്ക് പകരപ്പെടുന്നു. ഉദാഹരണത്തിന്, യേശുവിൽ ശരിയായ രീതിയിൽ വിശ്വസിച്ചു വരുന്ന വ്യക്തികൾ പണ്ട് ഒരുപക്ഷെ ഒരു കള്ളനായി ജീവിച്ച ഒരാളായിരിക്കാം. പക്ഷെ ഇനി അയാൾ കക്കുന്നവനല്ല, മോഷ്ടിക്കുന്നവനല്ല, ഇതുവരെ മോഷ്ടിച്ചെടുത്ത സകലവും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വ്യക്തിയായി മാറും. ഈ സഹോദരിയുടെ പേര് ഗായത്രി എന്നാണ്. ഹരിപ്പാട് നിന്നാണ് ഈ സഹോദരി വരുന്നത്. ചില മാസങ്ങളായിട്ട് ഈ സഹോദരി ബ്ലെസ്സിങ്ങിലൂടെ കാണാറുണ്ടായിരുന്നു. എന്നാൽ ഈ സഹോദരിക്ക് 8 മാസമായിട്ട് തന്റെ ശരീരം മുഴുവൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചൊറിച്ചിൽ ആരംഭിക്കും. അസഹനീയമായ രീതിയിലായിരുന്നു അത്. ദിവസത്തിൽ പലതവണ ഈ അലർജി കയറി വരും. എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. താൻ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടി. 8 മാസം താൻ പ്രത്യേകിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വളരെ പ്രശ്നമായിരുന്നു. എന്നാൽ ബ്ലെസ്സിങ്ങിലൂടെ കാണാൻ തുടങ്ങി. ബ്ലെസ്സിങ്ങിലൂടെ കാണുമ്പോഴൊക്കെയും താൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവ് എനിക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എനിക്ക് സൗഖ്യം തരണമെന്ന്. എന്നാൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ആദ്യത്തെ ആഴ്ചയിൽ ഈ സഹോദരിക്ക് ആ ദിവസം TV കാണാൻ പറ്റിയില്ല, ബ്ലെസ്സിങ്ങിലൂടെ പ്രോഗ്രാം കാണാൻ പറ്റിയില്ല. എന്നാൽ ഈ സഹോദരി അന്ന് സൗഖ്യമായി. കാരണം ബ്രദർ അന്ന് TVയിലൂടെ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഗായത്രി എന്ന് പറയുന്ന സഹോദരിയുടെ അലർജിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഗായത്രി എന്ന് പേരുള്ളൊരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് കാണുകയും സൗഖ്യമാക്കുകയും ചെയ്യും. ഗായത്രി എന്ന സഹോദരി ശരീരത്തിൽ മുഴുവൻ ഒരു പ്രത്യേക രീതിയിലുള്ള അലർജി ബാധിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് അലർജി വരികയും വല്ലാതെ പ്രയാസപ്പെടുകയും റെഡിഷ് കളറിൽ അവിടെ എല്ലാം ഇങ്ങനെ തിണർത്ത് പൊങ്ങുകയും ചെയ്യുന്നു. ആ രോഗം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പേര് പറഞ്ഞു, രോഗവും പറഞ്ഞിരുന്നു. സഹോദരി അന്ന് കണ്ടില്ല, പക്ഷെ സൗഖ്യം നടന്നു. ഈ സഹോദരിക്ക് അറിയില്ല, തന്റെ പേര് വിളിച്ച കാര്യം അറിയില്ല, രോഗവിവരം പറഞ്ഞില്ല. തിരിച്ചു വന്നിട്ട് അയൽവാസികളുമായിട്ട് ഷെയർ ചെയ്തു, ഇപ്പോൾ എനിക്ക് ആ രോഗമില്ല, ഇന്ന് എനിക്ക് അസുഖം വന്നിട്ടില്ല, ചൊറിച്ചിൽ വന്നിട്ടില്ലെന്ന് ഷെയർ ഇല്ല. അപ്പോഴാണ് അവര് പറഞ്ഞത്, നിന്റെ പേര് ഗായത്രി എന്നുള്ള പേര് അലർജി മാറുമെന്ന് വിളിച്ചു പറഞ്ഞു. നീ കണ്ടില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, ഞങ്ങൾ കണ്ടില്ല. പക്ഷെ കർത്താവ് സൗഖ്യമാക്കി. അതിനുശേഷം പിന്നെ എനിക്ക് ചൊറിച്ചിലുണ്ടായിട്ടില്ല. ഇത് ഓഗസ്റ്റ് 1ാമത്തെ ആഴ്ചയിലാണ് നടക്കുന്നത്. ഡേറ്റ് ഓർമ്മയില്ല എനിക്ക്. ഓക്കെ, ഇത് ബ്ലെസ്സിംഗ് ടുഡേ തുടങ്ങിയ ശേഷം ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സാക്ഷ്യം കേൾക്കുന്നത്. കാരണം പേര് വിളിച്ചു പറഞ്ഞു, അത് അതുവരെ ഞാൻ കാണുമായിരുന്നു. അന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ തൊഴിലുറപ്പിന് പോകുന്ന വ്യക്തിയാ, തൊഴിലുറപ്പിനെ. അപ്പൊ രാവിലെ ധൃതി വെച്ച് ജോലിയൊക്കെ ചെയ്യുമ്പം അന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. പണിസ്ഥലത്ത് ചെന്നപ്പം എന്നോട് ഇങ്ങനെ ചോദിച്ചു, എന്റെ കൂടെ പണിയുന്ന ആള് ചോദിച്ചു, നീ ഇന്ന് കണ്ടോ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടോടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. ഇന്ന് പേരെടുത്ത് ബ്രദർ പറഞ്ഞു ഗായത്രി എന്ന പേരുള്ള വ്യക്തിയുടെ അലർജി സുഖപ്പെടുത്തിയിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ കാരണം എന്ന് പറഞ്ഞാൽ അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു. തുണിയൊന്നും ഇറുകി പിടിച്ച തുണിയൊന്നും ഇടാനേ ഒക്കത്തില്ലായിരുന്നു ശരീരത്ത്. അപ്പോ കണ്ടാലും ഇല്ലെങ്കിലും കർത്താവ് പറഞ്ഞത് അതുപോലെ. അതിന്റെ അർത്ഥം കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറില്ലെന്ന്. നമ്മൾ കണ്ടാലും കണ്ടില്ലേലും കർത്താവ് രോഗസൗഖ്യത്തെ റിലീസ് ചെയ്ത് കഴിഞ്ഞു. മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം. ഈ ഗായത്രി എന്നുള്ള പേര് പറഞ്ഞ ആ പ്രാർത്ഥന റെക്കോർഡ് ചെയ്യപ്പെടുന്നത് 2-3 ആഴ്ചകൾക്ക് മുൻപാണ്. അത് നിങ്ങൾ മറക്കരുത്. അന്ന് രാവിലെ ഞാനിരുന്ന് പറയുന്നതല്ല. 2-3 ആഴ്ചകൾക്ക് മുമ്പ് സ്റ്റുഡിയോയിലാണ് ഈ റെക്കോർഡിംഗ് നടക്കുന്നത്. കൈകളെ ഉയർത്തി എല്ലാവരും ദൈവത്തിന് നന്ദി പറഞ്ഞാൽ, കർത്താവേ, തൊണ്ടയിലുള്ള അത്രയും ശബ്ദത്തിൽ യേശുവിന് നന്ദി പറയാം. കർത്താവേ,
ഗായത്രിക്ക് കൊടുത്ത ഈ സൗഖ്യത്തിനായി നന്ദി പറയും. ഞങ്ങൾ ഈ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, വിശ്വസിക്കുന്നവർ കൂടെ സൗഖ്യമാകട്ടെ. എത്ര പഴകിയ രോഗമായിരുന്നാലും അസ്വസ്ഥത ഉണ്ടെങ്കിലും യേശുവിന്റെ നാമത്തിൽ സൗഖ്യം നടക്കട്ടെ. കർത്താവെ, ഇന്ന് ഇവൾ ഇവിടെ വന്ന് മറ്റെല്ലാം മാറ്റിവെച്ച് ഇവിടെ വന്ന് കർത്താവെ യേശുവിനെ ഉയർത്തിയത് കൊണ്ട് ഇവൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. ഇവളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ വലിയൊരു അനുഗ്രഹം പേര് എടുത്ത് വിളിച്ച് പറഞ്ഞ് സൗഖ്യമാക്കി. എങ്കിൽ കർത്താവ്, നീ ഇവളെ എത്രത്തോളം സ്നേഹിക്കുന്നു, അങ്ങ് ഇവളെ ഇനി ഉപയോഗിക്കണമേ. ഇവളുടെ സാക്ഷ്യം കേട്ട് അനേകർ വിശ്വസിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ബ്രദർ ഡാമിയനോട് ഫോണിലൂടെ ചോദിക്കുവാനുള്ള ഒരു സുവർണാവസരം. ഫെബ്രുവരി 11 തിങ്കളാഴ്ച വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ മാത്രം. വിളിക്കേണ്ട നമ്പർ 0484422100 0484422101. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഇന്ന് ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. ദൈവിക നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയുന്നതോടൊപ്പം രോഗികളായിട്ടുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വളരെ സ്പെസിഫിക്കായി കാണുന്നത് തലയുടെ അകത്ത് ഭയങ്കരമായ വേദനയുള്ളവർ, ചിലപ്പോൾ സൈനസൈറ്റിസ് ആകാം, മൈഗ്രെയിൻ ആവാം, മറ്റേതെങ്കിലും കാരണത്താൽ ആവാം. എന്നാൽ ഒരു സൗഖ്യം ഉറപ്പാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഹൃദയത്തിൽ വിശ്വസിക്കുക, സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ദൈവിക രോഗ സൗഖ്യത്തെ ഇപ്പോൾ പകർന്ന് പ്രാർത്ഥിക്കുന്നു. മസിലുകൾ വീക്കാകുന്ന രോഗം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കുടലിനകത്ത് എന്തോ സംഭവിച്ചിട്ട് കുടൽ മുറിച്ച് കളയണം, അതിൻ്റെ ഒരു ഭാഗം മുറിച്ച് കളയണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ സർജറിക്ക് വിധേയനാകാൻ വേണ്ടി തയ്യാറെടുക്കുന്നൊരു വ്യക്തി, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ രോഗസൗഖ്യം അകത്ത് ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. അസ്ഥികളിലുള്ള രോഗങ്ങൾ, ഓസ്റ്റിയോപ്രോസിസ് പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഞരമ്പുകൾ സൗഖ്യമാകട്ടെ. കണ്ണുകളിലെ കാഴ്ച യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചു വരട്ടെ. നിങ്ങളുടെ രോഗം നിങ്ങൾക്കറിയാം. അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പോൾ TV സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിച്ചുകൊണ്ട് ആ രോഗസൗഖ്യത്തെ സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ, വിടുതൽ ഉണ്ടാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളത്തെ ബ്ലെസ്സിങ് ടുഡേ കാണാൻ മറക്കരുത്. ഇതുവരെ ബ്ലെസ്സിങ് ടുഡേ കണ്ടിട്ടില്ലാത്തവരോട്, നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, റിലേറ്റീവ്സിനോട് ഒക്കെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുക. കർത്താവ് അവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ ബൈബിൾ ആൻഡ് യു മെഗാ കോൺടെസ്റ്റ്. അടുത്ത റൗണ്ട് കമ്പാരിസൺ റൗണ്ടാണ്, താരതമ്യം. 4 സുവിശേഷങ്ങളിലും യേശുവിൻ്റെ ജീവചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ചില സുവിശേഷകന്മാർ എഴുതുമ്പോൾ ചില കാര്യങ്ങൾ കൂടിയും കുറഞ്ഞും ഒഴിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. എന്നാൽ ആ വ്യത്യാസം കണ്ടെത്തുന്ന റൗണ്ടാണ് കമ്പാരിസൺ റൗണ്ട്. ഇതിന് മാർക്ക് നൽകുന്നത് ഒരു ചോദ്യമായിരിക്കും ഒരു വ്യക്തിയോട് ചോദിക്കുന്നത്. ഇതിന് ഒരു ചോദ്യത്തിന് 100 മാർക്കാണ് ശരിയായ ഉത്തരത്തിന് ലഭിക്കുന്നത്. എന്നാൽ ആ ഉത്തരം വളരെ കൃത്യമല്ലെങ്കിൽ, എന്നാൽ ഏകദേശം ശരിയുമാണ്, വളരെ കൃത്യമല്ലെങ്കിൽ 30 മാർക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത ചോദ്യം ജിഷയോടാണ്. യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. മത്തായി 14-ാം അധ്യായം, മർക്കോസ് 6-ാം അധ്യായം, ലൂക്കോസ് 9-ാം അധ്യായം, യോഹന്നാൻ 6-ാം അധ്യായം. ഇങ്ങനെ 4 സുവിശേഷങ്ങളും ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ഒരാളെ പരീക്ഷിക്കുവാനായി ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിക്കുന്നുണ്ട്. യേശു അയാളെ പരീക്ഷിക്കുവാനായി ചോദിച്ചുവെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാം. ഈ ചോദ്യത്തിന് അയാൾ നൽകിയ മറുപടി എന്തായിരുന്നു?
200 പണത്തിന് അപ്പം വാങ്ങിയാൽ തികയുമോ? ഫിലിപ്പോസിനോടാണ് ചോദിച്ചത്. ഉത്തരം ക്ലിയർ അല്ല. ഭാഗികമായി ശരിയാണ്, എന്നാൽ മറ്റേ ഭാഗം തെറ്റുമാണ്. എന്നാൽ ശരിയായ ഉത്തരം ഞാനിതാ പറയുന്നു. ഓരോരുത്തർക്കും ഒരു ചെറിയ കഷ്ണമെങ്കിലും കിട്ടണമെങ്കിൽ 200 പണത്തിന് അപ്പം മതിയാകുകയില്ല. ഇത് പറഞ്ഞത് യേശു ഈ ചോദ്യം ചോദിച്ച ഫിലിപ്പോസിനോടാണ്. ഫിലിപ്പോസാണ് ഈ മറുപടി നൽകിയത്. ഭാഗികമായി മാത്രം ശരിയായതുകൊണ്ട് 30 പോയിന്റ് നൽകുന്നു. മുമ്പിൽ വരുന്ന ഏത് അവസരങ്ങൾക്ക് അതിൻ്റെതായ ചില തടസ്സങ്ങളൊക്കെ കാണും. മുമ്പിൽ ഏത് തടസ്സം വന്നാലും ഒരു പ്രയാസം വന്നാലും അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന പല അവസരങ്ങളുണ്ട്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 422 111 0484 422 ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.